വചനം പ്രകാശം പ്രണാമം. വചനം പ്രസാദം പ്രമോദം. വചനം പ്രതീക്ഷം പ്രശോഭം. സകൃതരായ കലാസ്നേഹികളെ, ഈ നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. പുതിയ നിയമത്തിലെ രക്തക്കറ പുരണ്ട ആദ്യ അധ്യായത്തിന്റെ ഏടുകളിൽ നിന്നും കോറിയിട്ട ഹെരോദ രാജാവിന്റെ ദുരന്ത പര്യവസായ കഥയുടെ പുനരാവിഷ്കരണമാണ് ഈ നാടക ശില്പം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിലെ ചരിത്ര സത്യങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ശബ്ദവെളിച്ച വിന്യാസം ഈ നാടകത്തിന്റെ അന്വേഷണീയമായ ഘടകമാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ സഹൃദരായ നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഷാർജ മാർത്തോമ ഇടവക അജ്മാൻ സിറ്റി ഏരിയ പ്രയർ ഗ്രൂപ്പ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. മൂലകഥ നാടക സംവിധാനം അലക്സ് കീക്കാട്ടിൽ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ റോണി വർഗീസ്, റോഷ്നി വർഗീസ്, എബി സൈമൺ, ആശിഷ് മാത്യു തോമസ്, ആരോൺ ബിനു ഉമ്മൻ, ജൊഹാൻ സാം സനോജ്, അലക്സാണ്ടർ പിയ, സനൂഖ്യ തോമസ്, ആൻഡ്രൂ ചാൻഡി തോമസ്, ജോയൽ ലിജോ മാത്യു. നൃത്തം നയന അന്ന അലക്സ്, സാന്ദ്ര ലിയ ലിജു, ആഷ്ലിൻ ലിയാലിനു, ക്രിസ്റ്റിന ആൻഡ് അനിൽ. സാങ്കേതിക സഹായം അനിൽ വേങ്ങോലിൽ, ബിൻസി സാജു. ശബ്ദ സംയോജനം പശ്ചാത്തല സംഗീതം സുനിൽ ജോയൽ ദാസ്. ശബ്ദ നിയന്ത്രണം അജി. പ്രകാശ ക്രമീകരണം സാജു വർഗീസ്. ചമയം രഹനേഷ്. കോഓർഡിനേറ്റർ ബിനു ഉമ്മൻ മാത്യു. ശബ്ദം നൽകി സഹായിച്ചവർ കൂർഖിൽ രാഘവൻ, ബ്രജ്ലിൻ, അനിൽ വി മാത്യു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരമൊരുക്കി തന്ന ഷാർജ മാർത്തോമ ഇടവക അജ്മാൻ സിറ്റി ഏരിയ പ്രയർ ഗ്രൂപ്പ് ഭാരവാഹികൾ, പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുള്ള നിസ്സീയമായ നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതിലുപരി ഇതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി ഞങ്ങളെ ധന്യരാക്കിയ എല്ലാവരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. മഹാരാജാവ് നീനാൾ വാഴട്ടെ. പ്രഭോ, അങ്ങേ മുഖം കാണിക്കുവാൻ ചിലർ വന്നിരിക്കുന്നു. പോയി അവരെ കൂട്ടിക്കൊണ്ടുവരും. അടിയൻ. ഹെരോദ രാജാവ് നീണാൾ വാഴട്ടെ. ഞങ്ങൾ കിഴക്കു നിന്ന് വന്ന വിദ്വാൻമാർ. എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചിറങ്ങിയതാണ് ഞങ്ങൾ. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അവനെ നമസ്കരിക്കുവാൻ വന്നു. ആരവിടെ? അടിയൻ. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം ഉടൻ കൂട്ടിവരുത്തും. അടിയൻ. അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ഈ കൊട്ടാരത്തിലല്ലേ ജനിച്ചത്? നാം എന്താണ് ഈ കേൾക്കുന്നത്? ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. എന്ത്? യഹൂദയിലെ ബേത്ലഹേമിലോ? നമുക്ക് വിശ്വസിക്കാനാകുന്നില്ല. യഹൂദ ദേശത്തിലെ ബേത്ലഹേമി, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല.
എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. നാട്ടുരാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും നമ്മുടെ നാമം കേട്ടാൽ ഞെട്ടി വിറയ്ക്കും. ഈ യഹൂദയിൽ മറ്റൊരു രാജാവ്. അങ്ങേക്ക് പോകാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ബത്ലഹേമിലേക്ക് പോയി ശിശുവിനെ അന്വേഷിക്കണം. കണ്ടെത്തിയാൽ നാമും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടുന്നതിന് തിരികെ വന്ന് നമ്മെ അറിയിക്കണം. അങ്ങനെ ചെയ്താൽ തനിക്ക് 200 ഏക്കർ മുന്തിരിത്തോപ്പും ആടുമാടുകളും തരുന്നതായിരിക്കും. നിങ്ങളെ നമ്മുടെ കൊട്ടാരം വിദ്വാനായി വാഴിക്കാം. നിങ്ങളെ നമ്മുടെ ഖജനാവിന്റെ കാര്യവിചാരകരുടെ മന്ത്രിയാക്കാം. എന്താ, സമ്മതിച്ചോ? എന്താ, നമ്മുടെ വാഗ്ദാനങ്ങൾ കുറഞ്ഞു പോയെങ്കിൽ പറയൂ. ഇനി നമ്മുടെ രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും തരാം. അയ്യോ, അതൊന്നും വേണ്ട. ആരവിടെ? ഇവർക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരും. ഈ സന്തോഷ വാർത്ത നമ്മെ അറിയിച്ചതിന് നമ്മുടെ എളിയ സമ്മാനം അവിടുന്ന് സ്വീകരിച്ചാൽ. ഞങ്ങൾ പോയി വരാം. നിങ്ങൾ ആരാണ്? നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ല അല്ലേ? ഞങ്ങൾ നിന്റെ മനസ്സാക്ഷി മണ്ണാങ്കട്ട. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അതേ, തിന്മയുടെ കരുത്ത കോട്ട കെട്ടി നീ എന്നെ തളച്ചിരിക്കുകയായിരുന്നു. അമിതമായ സമ്പൽ സമൃദ്ധിയിൽ അഹങ്കരിച്ച നീ എന്നെ അല്ല മനഃപൂർവ്വം എന്നെ വിസ്മരിച്ചു. എന്റെ ഭരണത്തിന് എന്താണ് കുറവ്? ഇവിടുത്തെ ജനങ്ങൾ തിന്നുകുടിച്ച് ആനന്ദിച്ചു കഴിയുന്നില്ലേ? ദാരിദ്ര്യത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്ന പാവങ്ങളെ നീ കാണുന്നില്ല. തലമുറകളോളം കഴിയുവാനുള്ള ധാന്യ സമ്പത്തുകൾ നമ്മുടെ കളപ്പുരകളിൽ നാം കൂട്ടിയിട്ടിട്ടുണ്ട്. അതെ, പരീശന്മാരും കള്ളപ്രമാണിമാരും തിന്നുമുടിക്കും. പാവപ്പെട്ടവന്റെ ന്യായമായ അവകാശങ്ങൾ തട്ടിയെടുക്കും. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അന്യായമായി തടങ്കൽ അടയ്ക്കും. അവർക്ക് ആരാധിക്കുവാനുള്ള അവകാശം കൂടി നിഷേധിക്കപ്പെടും. അമ്പരചുംബികളായ ദന്തഗോപുരങ്ങളും യെരൂശലേം ദേവാലയവും നാം ആരാധനയ്ക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ദേവാലയങ്ങൾ കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. കള്ളക്കച്ചവടക്കാരും പൊൻവാണിഭക്കാരും ദേവാലയാങ്കണം അടക്കി വാഴുന്നു. നാം ഇതൊന്നും അറിയുന്നില്ല. നീ അറിഞ്ഞിട്ടും മനഃപൂർവ്വം അറിഞ്ഞില്ലെന്ന് നടിക്കും. ജനങ്ങൾക്ക് മറ്റൊരു രക്ഷകനെ ആവശ്യമാണ്. അതെ, അവൻ വരും. എളിയവരോട് സൗവർത്തമാനം ഘോഷിപ്പാൻ, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ. മതി, നിർത്തൂ. ഇനി നീ കൂടുതൽ സംസാരിച്ചാൽ നിന്റെ കഴുത്തു ഞെരിച്ച് ഞാൻ കൊല്ലും. യഹൂദയിൽ മറ്റൊരു രക്ഷകൻ പിറന്നാൽ നിങ്ങളുടെ അധികാര കസേര തെറിച്ചു പോകുമെന്ന് ഭയന്നതുകൊണ്ടല്ലേ ആ ശിശുവിനെ നശിപ്പിക്കുവാൻ ഗൂഢമായി ആലോചിച്ചത്? അതെ, ശക്തമായ നാട്ടുരാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച ഈ റോമാ സാമ്രാജ്യത്തിൽ മറ്റൊരു രക്ഷകൻ ജനിച്ചു വളരാൻ പാടില്ല. നാം അത് അനുവദിക്കില്ല. വേണ്ടി വന്നാൽ എല്ലാത്തിനെയും വെട്ടി നുറുക്കി ഇവിടെ ഒരു ചോരപ്പുഴയൊഴുക്കാനും എനിക്ക് മടിയില്ല. റാമയിൽ കരച്ചിലും വലിയ നിലവിളിയും ഉണ്ടാകുമെന്ന് യിരെമ്യാ പ്രവാചകൻ അരുളി ചെയ്തത് നിവൃത്തിയാകണമല്ലോ. നിന്റെ സംസാരം അതിര് കടക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നമ്മെ ആരും ഉപദേശിക്കണ്ട. കടന്നു പോകൂ.
എന്റെ കൺമുമ്പിൽ നിന്ന് കടന്നു പോകാൻ. അതെ അതെ, ഞങ്ങൾ പോവുകയാണ്. പക്ഷേ നീ ചെയ്യുന്ന തെറ്റുകൾക്ക് തലമുറയായി അനുഭവിക്കേണ്ടി വരും. നീ രക്തത്ത് വെണ്ണീരിൽ കിടന്നുരുണ്ടാലും നിന്റെ പാപങ്ങൾക്ക് മോചനം ലഭിക്കില്ല. ദൈവം ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ച് താണവരെ ഉയർത്തുന്നു. ഹെരോദാ, നിങ്ങൾ ചതിയനാണ്, വഞ്ചകനാണ്, അധികാരമോഹിയാണ്. നാളത്തെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് പറയും. ഞങ്ങൾ പോകുന്നു. ആരുടെ? നമ്മുടെ മനസ്സാകെ പരീക്ഷീണമായിരിക്കുകയാണ്. നമ്മെ സന്തോഷിപ്പിക്കുവാൻ രാജനർത്തകികൾ നമ്മുടെ മുമ്പിൽ നൃത്തം ചെയ്യട്ടെ. യഹൂദാദേശത്തിന്റെ സ്വർണസിംഹാസനത്തിൽ വാണരുളുന്ന ഹെരോദാ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് അറിയിക്കുന്നതെന്നാൽ യഹൂദാദേശത്തിലെ ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലുമുള്ള 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ താന്താന്റെ പട്ടണത്തിലെ ദേശപ്രമാണിമാരുടെ മുൻപാകെ ഹാജരാക്കി പേർ രേഖപ്പെടുത്തണമെന്ന് ഇതിനാൽ വിളംബരം ചെയ്തുകൊള്ളുന്നു.
പ്രിയമുള്ളവരെ, യഹൂദന്മാരുടെ രാജാവിനെ തിരക്കി ഹെരോദാവിന്റെ രാജകൊട്ടാരത്തിലെത്തിയ വിദ്വാൻമാരോട് ശിശുവിനെ വണങ്ങിയ ശേഷം തിരിച്ചു വന്ന് തന്നോട് വിവരം പറയണമെന്ന് കൽപ്പിച്ച ശേഷം അവരെ ബേത്ലഹേമിലേക്ക് യാത്രയാക്കുന്നു. പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചയർപ്പിച്ച് ശിശുവിനെ നമസ്കരിച്ച വിദ്വാൻമാർ ദൂതന്റെ കൽപ്പന പോലെ ഹെരോദാവിന്റെ അടുക്കൽ പോകാതെ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. കോപിഷ്ഠനായ ഹെരോദ രാജാവ് ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലുമുള്ള 2 വയസ്സും അതിന് താഴെയുമുള്ള ആൺകുട്ടികളെ കണ്ടെത്തി അവരെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഹെരോദാവിന്റെ കൽപ്പന അനുസരിച്ച രാജഭടന്മാർ 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളെയൊക്കെയും നിർദാക്ഷിണ്യം വാളിനിരയാക്കി. പ്രതികാര വിദ്വേഷം പൂണ്ട ദേശവാസികൾ ഹെരോദ രാജാവിന് എതിരായി തിരിയുന്ന നേർക്കാഴ്ച ഇവിടെ കാണാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. പ്രിയമുള്ളവരെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ അവർക്ക് ജീവൻ നൽകിയവരും ഹെരോദ രാജാവ് റോണി വർഗീസ്, ഹെരോദ ചക്രവർത്തിനി റോഷ്നി വർഗീസ്, മഹാപുരോഹിതൻ എബി സൈമൺ, വിദ്വാൻമാർ ആശിഷ് മാത്യു തോമസ്, ആരോൺ ബിനു ഉമ്മൻ, ജൊഹാൻ സാം സനോജ്. രൂപങ്ങൾ അലക്സാണ്ടർ പിയ, സനു കെ തോമസ്. വിദൂഷകൻ തോമസ് കെ ചാണ്ടി. ഭടന്മാർ ആൻഡ്രൂ ചാണ്ടി തോമസ്, ജോയൽ ലിജോ മാത്യു. മൂലകഥ നാടക സംവിധാനം അലക്സ് കി കാട്ടിൽ. ഇത്രയും സമയം ഈ നാടകം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രേക്ഷകരായ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നാടകം തുടരുന്നു. സ്വേച്ഛാധിപതിയായ ഹെരോദിനെ സ്വേച്ഛാധിപതിയായ ഹെരോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. സ്വേച്ഛാധിപതിയായ ഹെരോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. സ്വേച്ഛാധിപതിയായ ഹെരോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. സ്വേച്ഛാധിപതിയായ ഹെരോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. ഹെരോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. എവിടെയും ബഹളം. നമുക്കൊരല്പസമയം പോലും സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുന്നില്ല. നശിക്കണം, നശിക്കണം, എല്ലാം നശിക്കണം. നാമല്ലാതെ മറ്റൊരു രക്ഷകൻ ഈ യഹൂദയിൽ പാടില്ല. ആരാണ് ആ ശിശു? ആരാണ് ആ ശിശു? എല്ലാ ശിശുക്കളും നശിക്കണം. നാമാണ് യഹൂദയുടെ ഏകരക്ഷകൻ. നാമാണ്
രക്ഷകൻ. നാമാണ് രക്ഷകൻ, നാമാണ് രക്ഷകൻ. തിരുമനസ്സേ, പ്രഭു, അങ്ങ് എന്താണിങ്ങനെ? അങ്ങക്ക് എന്ത് സംഭവിച്ചു? അയ്യോ, എനിക്ക് ആകെ പേടിയാകുന്നു. 2-3 ദിവസമായി പള്ളിയുറക്കമില്ല. തീന്മേശയിലെ ആഹാരങ്ങളിൽ സ്പർശിക്കുന്നത് പോലുമില്ല. എന്തെങ്കിലും അസുഖം? കൊട്ടാര വൈദ്യന്മാരെ വിളിപ്പിക്കട്ടെ? അസുഖം? അതെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് പകർച്ചവ്യാധി പോലെ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ രക്ഷകൻ എന്ന മഹാനാമമാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത്. ഞാനൊരു കാര്യം ഉറപ്പിച്ചാൽ അങ്ങ് ദേഷ്യപ്പെടുമോ? കാര്യമെന്തെന്നറിയാതെ ആ നിരപരാധികളായ ശിശുക്കളെ ഇത്ര നീചമായി കൊല്ലുവാൻ അവരെന്ത് അപരാധമാണ് ചെയ്തത്? ആ വിലാപം കേൾക്കുന്നില്ലേ? മക്കളെ നഷ്ടപ്പെട്ട ബെത്ലഹേമിലെ അമ്മമാരുടെ കരച്ചിൽ, ഉരുണ്ടുകൂടിയ കണ്ണുനീര് പറ്റിയപ്പോൾ പ്രതികാരത്തിന്റെ തീപ്പൊരി അണയാതെ ജ്വലിക്കുന്നു. ഓഹോ, അപ്പോൾ നീയും അവരുടെ കൂട്ടത്തിലാണല്ലേ? ജനങ്ങളെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുവാൻ പര്യാപ്തനായ മിശിഹായുടെ ജനനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. നീ നമ്മുടെ പത്നികളിൽ ഏറ്റവും സുന്ദരി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ അധികമായി സമ്പത്തും സൗഭാഗ്യങ്ങളും കൊണ്ട് നിന്നെ നാം സന്തുഷ്ടയാക്കി. അങ്ങയുടെ ഈ സന്മനസ്സിന് ഞാൻ എന്നും കടപ്പെട്ടവളാണ്. ആ അവകാശത്തിൽ ഞാൻ അഹങ്കരിക്കുകയാണെന്ന് കരുതരുത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയും. പ്രഭു, മുലകുടി പോലും മാറാത്ത പിഞ്ചു ശിശുക്കളെ ഇത്ര നീചമായി കൊന്നത് തെറ്റായിപ്പോയി. ദൈവകോപമാണ് അങ്ങ് വരുത്തി വെച്ചിരിക്കുന്നത്. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? അറിയാം. യഹൂദ ദേശത്തിന്റെ സ്വർണ സിംഹാസനത്തിൽ വാണരുളുന്ന മഹാനായ ഹെരോദ ചക്രവർത്തി, എന്റെ കാണപ്പെട്ട ദൈവം. ഉത്തമയായ ഒരു ഭാര്യയുടെ ധർമ്മമേ ഞാൻ ചെയ്തുള്ളൂ. മതി മതി, നിർത്ത് നിന്റെ ഉപദേശം. ഞാൻ ഉപദേശിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവന് അധികം കിട്ടും. അതെ, ഞാൻ പാപിയാണ്, അധികാര ദുർമോഹിയാണ്. ഇനിയും എന്തെല്ലാം അപവാദങ്ങളാണ് ഹെരോദയെ കുറിച്ച് നാളത്തെ തലമുറയ്ക്ക് പറയാനുള്ളത്? അയ്യോ, അങ്ങനെ പറയരുത്. ലോകത്തിന്റെ രക്ഷകനായി പിറന്ന മിശിഹ ജാതം ചെയ്തത് അങ്ങയുടെ കാലഘട്ടത്തിലെന്ന് ചരിത്രം രേഖപ്പെടുത്തട്ടെ. അതിൽ നാം അഭിമാനം കൊള്ളുക. ലോകത്തിന്റെ രക്ഷകൻ ഈ ഹെരോദ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു രക്ഷകൻ ഈ യഹൂദദേശത്തിന് ആവശ്യമില്ല. നാമാണ് രക്ഷകൻ, നാമാണ് ദൈവം. നമ്മുടെ പ്രതാപം അസ്തമിക്കുന്നതുവരെ മറ്റൊരു രക്ഷകൻ ഇവിടെ വളരാൻ പോകുന്നില്ല. നാം സമ്മതിക്കില്ല. തലമുറകളായി കാത്തു സൂക്ഷിക്കുന്ന യഹൂദയുടെ സുവർണ സിംഹാസനം നാളെ നമുക്ക് നഷ്ടപ്പെടില്ലെന്ന് ആരറിഞ്ഞു? അതൊക്കെ അസൂയാലുക്കളും അഴിമതിക്കാരുമായ നാട്ടുപ്രമാണിമാരുടെ പരീക്ഷന്മാരുടെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അസത്യം തിരിച്ചറിയണമെങ്കിൽ സത്യം എന്തെന്ന് അങ്ങ് മനസ്സിലാക്കണം. നിന്റെ ആവേശം അതിര് കടക്കുന്നു. നമ്മോടൊപ്പം ഈ സിംഹാസനം കാത്തു സൂക്ഷിക്കേണ്ടിയ നീ നമുക്കെതിരായി സംസാരിക്കുന്നു. മൻവന്തരങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരും പൂർവ്വ പിതാക്കളും അരുളിയ വചനം ഇവിടെ പൂർണ്ണമാകുകയാണ്. കാലിത്തൊഴുത്തിൽ പിറന്നത് ഈ ലോകത്തിന്റെ പ്രതീക്ഷയായ മിശിഹ ആണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ആവേശവും വിശ്വാസവും കണ്ടപ്പോൾ ഞാനും അറിയാതെ വിശ്വസിച്ചു പോയി. മതി മതി, നിർത്ത്. ആ തച്ചന്റെ മകനു വേണ്ടി സാക്ഷ്യം പറയുന്ന നീ ഇനി നമ്മുടെ പത്നിയായിരിക്കാൻ യോഗ്യയല്ല. കടന്നു പോകൂ നമ്മുടെ കൺമുമ്പിൽ നിന്ന്. പ്രഭു, ഞാൻ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ദൈവവചനം, ജീവനും ചൈതന്യമുള്ള ദൈവവചനം, ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ഹെരോദായിയുടെ ആയുധപ്പുരയിലെ തിളങ്ങുന്ന ആയുധങ്ങളോടൊത്ത് വരികയില്ല ഈ പറയുന്ന ഒരു വചനവും. പ്രഭോ, പ്രഭോ, കൊട്ടാരത്തിലായാലും കോട്ടയ്ക്കകത്തായാലും മൃത്യു ഒരു നാൾ കടന്നു വരും. അങ്ങ് ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ചാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? പ്രഭു, ഈ സിംഹാസനത്തിന്റെ അനന്തരാവകാശികളാവണ്ട നമ്മുടെ മക്കളെ
മക്കളെന്ന് അധിക്ഷേപിക്കുമ്പോൾ അവർ തകർന്നു പോകും. പാടില്ല, പാടില്ല. ജനനന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട ധീരനായ ചക്രവർത്തിയായിരുന്നു എന്ന് ലോകം അങ്ങേ പ്രകീർത്തിക്കണം. ഇതെന്റെ അപേക്ഷയാണ്. ആരവിടെ? രാജ്യദ്രോഹിയായ ഇവളുടെ തലമുണ്ടനം ചെയ്ത് ദേവദാസികൾ ഉറങ്ങുന്ന വേശ്യ തെരുവിലേക്ക് വലിച്ചെറിയും. മാംസദാഹികളായ വികടന്മാർ അവളെ പീച്ചി ചീന്തട്ടെ. പ്രഭു, ഞാൻ തളരില്ല. അക്രമരാഹിത്യമാണ് ദൈവരാജ്യത്തിന്റെ പ്രമാണം. ക്രിസ്തുവിനു വേണ്ടി ഏത് പീഡനങ്ങളും സഹിക്കുവാനും ഞാൻ തയ്യാറാണ്. കൊണ്ടുപോകൂ, കൊണ്ടുപോകൂ എന്റെ കൺമുമ്പിൽ നിന്ന്. പക്ഷേ അങ്ങയുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നിന്റെ മുഖം കണ്ടാൽ ഭ്രാന്ത് പിടിക്കും. പ്രകാശമായി നീ തെളിയൂ, പ്രസാദമായി നീ നിറയൂ. മനസ്സിനു ശാന്തിയായി, ദേഹിതൻ സൗഖ്യമായി, ആത്മാവിൻ ജീവനായി നീ ഉണരൂ. നിങ്ങൾ വീണ്ടും വന്നു. അതെ അതെ അതെ, നിന്റെ മനസ്സാകെ കലുഷിതമാണെന്ന് ഞങ്ങൾക്കറിയാം. ഹെരോദ, നീ എന്താണ് ആലോചിക്കുന്നത്? സംശയിക്കേണ്ട. നീയാണ് ദൈവം. ഈ യഹൂദ ദേശത്തിന്റെ രക്ഷാധികാരിയും സർവകലാ വല്ലഭനുമായ നീ മാത്രമാണ് ദൈവം. നിനക്ക് നിന്റെ സിംഹാസനവും കിരീടവും നിലനിർത്തണമെങ്കിൽ യഹൂദയിൽ മറ്റൊരു രക്ഷകൻ പാടില്ല. അതുകൊണ്ട് ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലുമുള്ള 2 വയസ്സും അതിന് താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും നീ കൊന്നുകളക. യഹൂദയിൽ മറ്റൊരു രക്ഷകൻ പിറന്നാൽ നിന്റെ അധികാരവും ഇല്ലാതെയാകും. ജനങ്ങൾ നിന്നെ ആരാധിക്കും. ഇസ്രായേലിന്റെ രക്ഷകൻ നീയാണെന്ന് അവർ വിശ്വസിക്കും. ഈ പ്രപഞ്ചം മുഴുവനും അതിനിശിതമായ നിന്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ തലകുനിക്കണം. ജനങ്ങളുടെ ഇടയിൽ സമത്വവും സന്തുഷ്ടിയും കൈവരുത്തണമെങ്കിൽ എല്ലാവരും നിന്നെ ആരാധിക്കണം. ഈ യഹൂദാദേശം മാത്രമല്ല, ലോകം മുഴുവനും ആരാധിക്കേണ്ട ദൈവം നാമാണ്. സമർത്ഥൻ. എന്തു സംഭവിച്ചാലും നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. മതി. നിർത്ത. നാമാണ് ദൈവം, നാമാണ് രക്ഷകൻ. നമ്മിലുപരിയായി വേറൊരു ദൈവമില്ല. കുടിച്ചു നീ മതോന്മത്തനാകും. കുടിച്ചു നീ മതോന്മത്തനാകൂ. ഒരു ദിവസം ഈ സിംഹാസനം ഇടിഞ്ഞു വീഴും. ഈ കിരീടവും ചെങ്കോലും തെറിച്ച് നിലം പതിക്കും. പ്രതാപത്തിൽ നിൽക്കുന്ന ഈ റോമ സാമ്രാജ്യം വെന്തു വെണ്ണീറാകും. വേണ്ട. കൊട്ടാരത്തിലായാലും കോട്ടയ്ക്കകത്തായാലും
അടക്കി ഭരിച്ചാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അവരുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും. ആ കൊടുങ്കാറ്റിൽ ഈ സിംഹാസനം തകർന്ന് തരിപ്പണമാകും. ഇല്ല, നാം നശിക്കുകയില്ല. ആര് നശിച്ചാലും നാം നശിക്കുകയില്ല. മരണം അത് നമ്മെ കണ്ട് ഭയന്നോടും. നമുക്ക് മരണമില്ല. നാം ഈ രാജ്യത്തിന്റെ ഏക ഛത്രാധിപതിയാണ്. നാം ഈ മനുഷ്യരുടെ ദൈവമാണ്. നാമാണ് ദൈവം. എവിടെ നമ്മുടെ സിംഹാസനം? എവിടെ നമ്മുടെ സിംഹാസനം? എവിടെ നമ്മുടെ ചെങ്കോലും കിരീടം? എവിടെ നമ്മുടെ ചെങ്കോലും കിരീടം? എവിടെ? ലോകാരംഭം മുതൽ ചരിത്രത്തിന്റെ നാൾ വഴികൾ ഇതാണ്. ഇത് ലോകാവസാനത്തോടെ അവസാനിക്കൂ. അതിന് കാരണമാകുക മനുഷ്യന്റെ അധികാര പ്രബുദ്ധതയാകും. ഞാനാണ് നേതാവും ജേതാവും നായകനും. തനിക്ക് കീഴ്പ്പെട്ട് തന്റെ ആജ്ഞാനുവർത്തികളായി മറ്റുള്ളവർ ജീവിച്ചു കൊള്ളണമെന്നുള്ളത് കുടുംബ പശ്ചാത്തലം മുതൽ രാജഭരണാധികാരം വരെ അത് നീളുന്നു. അതിന് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തെ ആയുധമാക്കുകയും ചെയ്യുന്നു. അതാണ് അധികാരം എന്ന വികാരം. തിരിച്ചറിവിന്റെ പാഠപുസ്തകമാണിത്. മഹാരാജാവിന് മാത്രമല്ല, അത്തരം മനോഭാവമുള്ള എല്ലാവർക്കും ഉള്ളതാണിത്. പ്രസാദം